ഗോവ ബാഗ ബീച്ചിലെ നൈറ്റ് ക്ലബ്ബിൽ 25 പേരുടെ മരണത്തിനിടയായ തീപിടുത്തത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാട്ടും നൃത്തവും അരങ്ങ് തകർക്കുന്നതിനിടെ മേൽക്കൂരയിൽ നിന്ന് ആദ്യം തീ പടരുന്നതിന്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. 4 വിദേശികളും ക്ലബ് ജീവനക്കാരും ഉൾപ്പെടെയാണ് തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടത്. സൂപ്പർ ഹിറ്റ് ചിത്രമായ ഷോലയിലെ മെഹബൂബ മെഹബൂബ എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ക്ലബ്ബിൽ നൃത്തപരിപാടി നടക്കുന്നതിനിടെയാണ് തീ ആളിക്കത്തിയത്. ബോളിവുഡ് ബാങ്കർ നൈറ്റ് എന്ന് പേരിട്ട പരിപാടിയിൽ വിദേശികളുൾപ്പെടെ 100-ലേറെ പേരുണ്ടായിരുന്നു. യുവതി പാട്ടിനനുസരിച്ച് നൃത്തം വയ്ക്കുമ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ ആർത്തു വിളിച്ചു പ്രോത്സാഹിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പെട്ടെന്നാണ് നൃത്തം നടക്കുന്നതിൻ്റെ മുകളിലായി മേൽക്കൂരയിൽ തീ ആളിയത്. എന്നാൽ പരിപാടി ആസ്വദിച്ചിരിക്കുന്നവർക്ക് ഇത് വലിയ അപകടത്തിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലായില്ല. ആഗ് ലഗ ദി അപ്നെ, നിങ്ങൾ തീ കൊളുത്തിയിരിക്കുന്നു എന്നാണ് ഒരാൾ തമാശയെന്നോണം വിളിച്ചു പറഞ്ഞു. എന്നാൽ പിന്നിലായി 2 ക്ലബ് ജീവനക്കാർ ആശങ്കയോടെ ഓടുന്നതും തീ പടർന്നതിന് താഴെയുള്ള ലാപ്ടോപ്പ് ഉൾപ്പെടെ മാറ്റുന്നതും കാണാം. അപ്പോഴും നർത്തകിയും സംഗീതജ്ഞനും പരിപാടി നിർത്തിയിരുന്നില്ല. തീ പടർന്നിട്ടും ഏതാനും നിമിഷങ്ങൾ പാട്ടും നൃത്തവും തുടർന്നു. പിന്നാലെ നിമിഷങ്ങൾക്കുള്ളിൽ തീ സീലിംഗിൽ ആളിപ്പടർന്നതും ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ ദുരന്തത്തിലേക്ക് നീങ്ങി. ക്ലബിലാകെ തീ പടരുകയായിരുന്നു. പിന്നീട് ഇടുങ്ങിയ കവാടമായിരുന്നത് കാരണം ആളുകൾക്ക് പെട്ടെന്ന് പുറത്തേക്കോടി രക്ഷപ്പെടാനായില്ല. ചിലർ താഴെയുള്ള കിച്ചണിലേക്ക് ഓടിക്കയറി. എന്നാൽ അവരും ഏതാനും ജീവനക്കാരും പുറത്തു കിടക്കാനാകാതെ തീക്കുള്ളിൽ അകപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനും തിരിച്ചടിയായത് ക്ലബിന്റെ ഇടുങ്ങിയ കവാടമായിരുന്നു. ഫയർഫോഴ്സിന് ഇതിലൂടെ അകത്തു കിടക്കാൻ പ്രയാസമുണ്ടായി. ഫയർ എഞ്ചിനുകൾ 400 മീറ്റർ അകലെ നിർത്തിയിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൊള്ളലേറ്റും ശ്വാസം മുട്ടിയുമാണ് ക്ലബിലുണ്ടായിരുന്നവർ മരിച്ചത്. തീപിടുത്തത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഗോവൻ സർക്കാർ. ഗോവയിൽ ഇത്തരത്തിലൊരു അപകടം ആദ്യമായാണെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിന് സഹായധനം നൽകും. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.